സുഡാൻ, നിശബ്ദമായ മനുഷ്യവേദന. സുഡാൻ ആഫ്രിക്കയുടെ ഹൃദയഭൂമിയായ ഒരു ദേശമാണ്. മനുഷ്യരുടെ ചിരിയും പ്രാർത്ഥനകളും കുട്ടികളുടെ കളിയും നിറഞ്ഞ ഒരു നാട്. പക്ഷേ ഇന്ന് അവിടെ കാറ്റുപോലും കരയുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പം എൽഫാഷറിലൊക്കെ നഗരത്തിലൊക്കെ ആണെങ്കിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യർ ജീവനോടെ കത്തിക്കപ്പെടുകയാണ്. വീടുകൾ പൊളിഞ്ഞിരിക്കുന്നു. അമ്മമാർ അവരുടെ മക്കളുടെ ശരീരം പോലും തിരിച്ചറിയാനാകാതെ തളരുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ നിമിഷം നാം സംസാരിക്കുമ്പോഴും അവിടെ മണ്ണ് രക്തം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് സത്യത്തിൽ യുദ്ധമല്ല, ഇത് യഥാർത്ഥമായ കൂട്ടക്കൊലയാണ്. ഇപ്പം RSF എന്ന് വിളിക്കുന്ന ഒരു പാരാമിലിറ്ററി സംഘമാണ് നിരപരാധികളായ ജനങ്ങളെ ലക്ഷ്യമാക്കി ആക്രമണങ്ങളിങ്ങനെ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകളെ, കുട്ടികളെ, മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളെ എല്ലാം അവർ കൊന്നൊടുക്കിക്കൊണ്ട് ആ നാടിനെ നാശമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം കുട്ടികളെയൊക്കെ ഈ അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന മൃതദേഹങ്ങളെല്ലാം വലിയ കുഴികൾ കുഴിച്ചിട്ട് ഈ വലിയ JCB ഒക്കെ വെച്ചിട്ടുള്ള വലിയ കുഴികളിൽ കൊണ്ടുവന്ന് ടിപ്പറുകളിൽ കൊണ്ടുവന്ന് തട്ടുന്ന കാഴ്ചകളൊക്കെ ഇതിനോടകം തന്നെ നമ്മളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇങ്ങനെ നിശബ്ദമായ കൊലപാതകങ്ങൾ നടക്കുന്ന ഒരു നൂറ്റാണ്ടിലാണ് നമ്മൾ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ എത്രത്തോളം സുരക്ഷിതരാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. എന്നാൽ നമ്മുടെ നാട്ടിലും ഇത്രത്തോളം മൃഗീയമായ ചിന്തകളുള്ള അല്ലെങ്കിൽ ഇത്രത്തോളം മനുഷ്യരെ തോൽപ്പിക്കുന്ന മൃഗങ്ങളെക്കാൾ മോശമായിട്ടുള്ള ആളുകൾ നമ്മുടെ രാജ്യത്തും ഉള്ളത് കാരണമായിട്ട് നന്മ ചിന്തിക്കുന്ന ആൾക്കാരെ ഇവിടെയും നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മളെപ്പോലുള്ള ആൾക്കാർ, നിങ്ങൾ ആരെങ്കിലും ഇതിനെതിരായിട്ട് പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അത് ആദ്യം നമ്മുടെ നാട്ടിലെ ഇതുപോലുള്ള ആൾക്കാർ ആരൊക്കെയാണ് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. അവർക്കെതിരെ പ്രതികരിക്കാൻ വേണ്ടി തന്നെയാണ് നിങ്ങളുടെ നിയോഗം ഈ നാട്ടിലായിട്ടുള്ളത്. നിങ്ങളെ നിയോഗിച്ചിട്ടുള്ളത് എവിടെയാണോ അവിടെയാണ് നിങ്ങൾ കർമ്മം ചെയ്യേണ്ടതായിട്ടുള്ളത്. ഗീതയിൽ കൃഷ്ണൻ പറയുന്നൊരു പ്രശസ്തമായൊരു ഭാഗമുണ്ട്. അഹിംസയാണ് പരമോധർമ്മ, അഹിംസയാണ് ഏറ്റവും വലിയ ധർമ്മം എന്ന് പറയുന്നത്. അതായത് മനുഷ്യരാശി ഒരുമിച്ച് തന്നെയാണ്. മതങ്ങളെല്ലാം നമ്മളോട് ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യങ്ങളും ഇത് തന്നെയാണ്. എന്നാൽ ഇന്നും മതവും രാഷ്ട്രീയവും സ്വാർത്ഥത ഇവയൊക്കെ ചേർന്ന് നമ്മളെ മനുഷ്യരല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സുഡാനിൽ മരിക്കുന്നത് മനുഷ്യരാണ്, പക്ഷേ നിശബ്ദമാകുന്നത് ലോകമാണ്. ലോകത്തിലിപ്പോൾ ഒന്നും പറയാനില്ല, ആർക്കും ഒന്നും പറയാനില്ല. ലോകാരോഗ്യ സംഘടന അല്ലെങ്കിൽ അതുപോലുള്ള ഒന്നും ഒരു കാര്യം പോലും ഒരു രാജ്യവും മുന്നോട്ടിറങ്ങി വന്ന് അവരെ ആ ഒരു മനുഷ്യ ജീവിതം, മനുഷ്യമാംസങ്ങൾ കത്തിക്കരിയുമ്പോഴും മനുഷ്യമാംസങ്ങൾ വാഹനങ്ങളുടെ ടയറിനടിയിൽ കിടന്ന് ഞെരിഞ്ഞമരുമ്പോഴും ഒന്നും ആർക്കും ഒരക്ഷരം പോലും മിണ്ടാനില്ലാത്തൊരു അവസ്ഥ നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ മൗനം തന്നെയാണ് നീയും ഞാനും ഒക്കെ ഈ ലോകത്തിൻ്റെ ഭാഗമാണെങ്കിൽ നമ്മുടെ നിശബ്ദത തന്നെയാണ് ഈ ക്രൂരതയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ശക്തി അവർക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്, ഒരു കണക്കിന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശബ്ദം അവർക്ക് വേണ്ടി ഉയരേണ്ട ഒരു സാഹചര്യമാണ്. ഇതൊരു രാഷ്ട്രീയ വീഡിയോ ഒന്നുമല്ല, ഇതൊരു മനുഷ്യത്വത്തിൻ്റെ നിലവിളിയാണ്. കാരണം എൻ്റെ ഉള്ളിലുള്ള ഒരു മനുഷ്യൻ ഇതൊക്കെ കണ്ട് സഹിക്കവയ്യാതെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സന്ദേശമാണ്. നമ്മുടെ പ്രാർത്ഥനയെങ്കിലും ആ നിരപരാധികളുടെ പേരുകൾ ചേർക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. അവരെ ദൈവം രക്ഷിക്കട്ടെ എന്നൊരു പ്രാർത്ഥനയെങ്കിലും നമുക്ക് പറയാൻ സാധിക്കും. ദൈവം നമ്മളെയും ഒരിക്കൽ ചോദിക്കുക, അവർക്ക് വേണ്ടി നീ എന്ത് ചെയ്തു എന്ന് നമ്മളോട് ചോദിക്കുകയാണ് എങ്കിൽ, ദൈവമുണ്ട് പോലുമോ ഇല്ല പോലും അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അന്ന് നമുക്ക് പറയാൻ പറ്റട്ടെ, ഞാൻ നിശബ്ദനായിരുന്നില്ല, ഞാൻ ഒരു വാക്കുകൊണ്ടെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എൻ്റെ മനസ്സുകൊണ്ടെങ്കിലും ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. അപ്പോൾ സുഡാനെ ഓർക്കുക, മനുഷ്യത്വം ഓർക്കുക. ഇത് സൂഫി സഞ്ചാരിയുടെ ഒരു സന്ദേശം, ഒരു ശബ്ദ സന്ദേശം, നിശബ്ദരായവരെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം ഉള്ളൊരു ശബ്ദ സന്ദേശം മാത്രമാണ് കൂട്ടുകാരെ. എനിക്ക് വേറെ കൂടുതലായിട്ടൊന്നും പറയാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. എന്തായാലും നമ്മൾ ഈ തരത്തിലുള്ള അക്രമങ്ങളെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഓരോ മൗനവും നമ്മളുടെ എന്താ പറയുന്നത് ഓരോ സ്റ്റാറ്റസുകളിൽ പോലും നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം അവർ കറുത്തവരാണ് അല്ലെങ്കിൽ കറുത്ത വിഭാഗമായതുകൊണ്ടാണോ നമ്മളുടെ ഈ ഒരു മൗനം അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതിയൊക്കെ മാറ്റണം. കാരണം വെച്ചാൽ മനുഷ്യരാണ്, മനുഷ്യ ശരീരങ്ങളാണ്. കണ്ടില്ലേ, കുഞ്ഞുങ്ങളെയൊക്കെ നെഞ്ച് ചവിട്ടി പൊളിക്കുകയാണ്. കുഞ്ഞുങ്ങളൊക്കെ അതിനനുസരിച്ച് കരയുന്നതനുസരിച്ച് അവരുടെ നെഞ്ചത്ത് കയറി നിന്ന് ചവിട്ടി ആ നെഞ്ചും കൂടുകൾ, കുഞ്ഞു കുട്ടികളുടെ നെഞ്ചും കൂടുകൾ തകർക്കുന്ന കാടന്മാരായിട്ടുള്ള ആളുകളെ നിങ്ങൾ കണ്ടില്ലേ. അത് നമ്മുടെ രാജ്യത്തേക്കും വരാൻ വലിയ താമസമൊന്നുമില്ല. കാരണം ഇപ്പോൾ സുഡാനിലുള്ളവരൊന്നും നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ അക്രമം നടത്തുമെന്നല്ല. നിങ്ങൾക്കറിയാം, കുട്ടികളോട് പോലും മനുഷ്യത്വവും മനസാക്ഷിയും ഇല്ലാത്ത മൃഗങ്ങൾ തോറ്റുപോകുന്ന അവസ്ഥയിലുള്ള ആളുകൾ, മൃഗങ്ങളെക്കാൾ കടകട്ട ആളുകളുള്ള രാജ്യം തന്നെയാണ് നമ്മുടെ രാജ്യം. നമ്മുടെ രാജ്യത്തും ഈ ഒരു പ്രശ്നം അന്യമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഇതിനെതിരെ ശബ്ദം ഉയർത്തേണ്ടതായിട്ടുണ്ട്. നമ്മളുടെ മുന്നിൽ ഈ പ്രശ്നം എത്തുമ്പോഴേ അത് നമ്മുടെ പ്രശ്നങ്ങളായി മാറുകയുള്ളൂ. എന്നാൽ അങ്ങനെയല്ല, ഇതും നമ്മുടെ പ്രശ്നങ്ങൾ തന്നെയാണ്. ലോകത്തുള്ള മനുഷ്യരാണ് ചതഞ്ഞറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലോകത്തുള്ള മനുഷ്യർ കണ്ടില്ലേ, ഓരോ വാഹനങ്ങൾ നെഞ്ചത്തൂടെ കയറ്റിയാണ് കൊല്ലാൻ നോക്കുന്നത്. ഇതൊക്കെ മനുഷ്യത്വത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതകളാണ്. ഇതേപോലെയുള്ള ക്രൂരതകൾ നമ്മുടെ രാജ്യത്തും നടന്നിട്ടുണ്ട്, ഒരുപാട് തവണ നടന്നിട്ടുണ്ട് നമ്മുടെ രാജ്യത്തും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ശത്രുക്കളെ മനസ്സിലാക്കുക, വ്യക്തമായി നോക്കി വെക്കുക. കാരണം ക്രൂരരായ മനുഷ്യർക്ക് യാതൊരു കാരണവശാലും ഈ ലോകത്ത് ജീവിക്കാനുള്ള യാതൊരു അവകാശവുമില്ല. അവരോട് യുദ്ധം ചെയ്യേണ്ട സമയം ഇതാ അതിക്രമിച്ച് വന്നിട്ടുണ്ട്. യുദ്ധം തുടരുക തന്നെ വേണം. മനസ്സുകൊണ്ടെങ്കിലും യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കണം സദാ. ഖുർആൻ പറയുന്ന ഒരു സന്ദേശം നമുക്ക് നോക്കാം. ഒരൊറ്റ നിരപരാധിയെ കൊന്നാലും ലോകത്തിലെ മുഴുവൻ മനുഷ്യരാശിയെ കൊന്നതുപോലെയാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗീതയിൽ പറയുന്നുണ്ട് അഹിംസ പരമോധർമ്മ എന്ന്. അതായത് അഹിംസ തന്നെയാണ് ഏറ്റവും വലിയ പരമമായ ധർമ്മം എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ
രീതിയിലൊന്നും ഒരിക്കലും മനുഷ്യരെ നമുക്ക് ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ മനുഷ്യരെ കൊല്ലാനോ ഹിംസിക്കാനോ ഒന്നും പാടില്ലാത്തത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവൃത്തികൾ, അതായത് മൃഗങ്ങളെക്കാൾ മോശമായ മനുഷ്യരുടെ ഇത്തരം ചെയ്തികൾക്കെതിരെ ശബ്ദമുയർത്തണം, മനസ്സുകൊണ്ടെങ്കിലും വെറുക്കണം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇന്നിവിടെ അവസാനിക്കുകയാണ്. കാരണം ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ജനങ്ങൾക്ക് ബോധമുണ്ടാവണ്ടേ കൂട്ടുകാരെ, അതുകൊണ്ടാണ് ഇത്രയെങ്കിലും ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത്. നന്ദി.